മക്കളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റാവുന്ന മറ്റൊരു ഈസി ഐറ്റം ആട്ടോ ഇത്, കുക്കർ പുലാവ്. ഇതിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മളുടെ പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ മാറി ബ്രൗൺ നിറം ആകാനൊന്നും നിൽക്കേണ്ട. ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഒരു അര കപ്പ് ബീൻസ്, ഒരു 2 ടീസ്പൂൺ ക്യാപ്സിക്കം, 1 കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു അര കപ്പ് പൊട്ടറ്റോ, പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ വൈകിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം മാത്രം മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റൈസ് റെഡി ആയിട്ട് കിട്ടും. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴേക്ക് നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് വെച്ച് വീണ്ടും ഒന്ന് വഴറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റോളം നമ്മൾ സോക്ക് ചെയ്ത അരിപ്പിൽ അരിച്ച് വെച്ചിരുന്ന കേട്ടോ, വെള്ളമൊക്കെ കളഞ്ഞ് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം ഞാനതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാട്ടോ ഇതിൻ്റെ അളവ്. ഈ അരി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൈമാരിയാണ്. ഇതിന് പകരം ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല, അതിനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും നമ്മളുടെ വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ അരി നല്ല വേവായി വരുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പുണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യുടെ നല്ലൊരു ഫ്ലേവറും കൂടെ ഉണ്ടാകും. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടാണ് കുക്കർ അടയ്ക്കുന്നത്. ഇനി നമുക്ക് കുക്കർ വിസിലിട്ടിട്ട് അടച്ച് വയ്ക്കാം. 1 വിസിലടിച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ. ഒറ്റ വിസിൽ കഴിഞ്ഞ് അതിൻ്റെ വിസിലൊക്കെ നന്നായിട്ട് പോയി എയറൊക്കെ നന്നായി പോയതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കാം. നല്ല അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടോടുകൂടി ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെറിയ കട്ടകളോടുകൂടി ഇരിക്കുന്നത്. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പം അരിയൊക്കെ നല്ല ഉതിർന്ന് വേറെ ആയിട്ട് കിടക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. മക്കൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.